ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. എന്നാൽ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചിരുന്നു. ലാലേട്ടൻ പോയതിന് ശേഷമാണ്. അതായത് റെന ഫാത്തിമ ഒരു കട്ടിലിൽ കിടക്കുന്നു. റെന ഫാത്തിമയുടെ മുകളിലേക്ക് നമ്മുടെ ആര്യൻ വന്ന് വീഴുന്നു. റെന ഫാത്തിമ പെട്ടെന്ന് തട്ടി എഴുന്നേറ്റ് മാറ്റുന്നു. അങ്ങനെയൊക്കെ ഒരു വീഡിയോ നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ലൈവ് ഇരുന്ന് കണ്ടു. ലൈവിൽ ഇങ്ങനെയാണ് കാണുന്നത്. ആ ബെഡ്റൂമിൽ എല്ലാവരും കിടക്കുന്ന ആ ബെഡ്റൂമിൽ നെവിൻ ഉണ്ട്, അതുപോലെ റെന ഫാത്തിമയുണ്ട്, ബിന്നി അപ്പുറത്തെ ബെഡിൽ കിടക്കുന്നുണ്ട്, പിന്നെ ആരുമില്ല. കുറച്ച് ആൾക്കാർ ഉറങ്ങുന്നുണ്ട് കേട്ടോ. അനു ഒന്നുമില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിച്ച് കുറച്ച് ഫണ്ണായിട്ട് എന്നുള്ള രീതിയിൽ നെവിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനും ജിസലും കിടക്കുന്ന ആ കിടക്കയിൽ വന്നിട്ട് പുതപ്പ് മൂടി കിടക്കുകയാണ്. ആ സമയത്താണ് ആര്യൻ കടന്നു വരുന്നത്. ആര്യൻ നെവിനെ കാണുമ്പോൾ നെവിനെ ചവിട്ടുന്നുണ്ട്. എഴുന്നേറ്റ് പോടാന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ അവിടെ തന്നെ കിടക്കുന്നു. അപ്പോൾ ആര്യൻ പോയിട്ട് ബിന്നിയുടെ അപ്പുറത്തെ ആ ബെഡ്, നെവിൻ കിടക്കുന്ന ആ ബെഡിൽ പോയിട്ട് കിടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നെവിൻ എന്ത് ചെയ്തു വെച്ചാൽ നെവിൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അനുമോളുടെ ബെഡിൽ പോയി കിടക്കുകയാണ്. അപ്പോൾ അവിടെ ആൾ ഒഴിഞ്ഞ സമയത്ത് എന്താണെന്ന് വെച്ചാൽ റെന ഫാത്തിമ നെവിൻ കിടന്ന സ്ഥലത്ത്, അതായത് ശരിക്കും ആര്യൻ്റെ ബെഡിൽ റെന ഫാത്തിമ വന്ന് കിടക്കുകയാണ്. അപ്പോൾ റെന ഫാത്തിമ കിടക്കുമ്പോൾ ഈ ആര്യൻ എന്താണെന്ന് വെച്ചാൽ അവൻ നെവിൻ്റെ ബെഡിലല്ല കിടന്നത്. അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് റെന ഫാത്തിമയുടെ അടുത്ത് വന്നിട്ട് അവിടുന്ന് എഴുന്നേൽക്കാൻ ഒന്നും പറയുന്നില്ല. ഉടനെ എന്ന് വെച്ചാൽ റെന ഫാത്തിമയുടെ മേത്തേക്ക് ഒന്ന് വീഴാണ് ചെയ്യുന്നത്. ഇത് കണ്ട വഴിക്ക് റെന ഫാത്തിമ ഞെട്ടി അവിടെ നിന്ന് എന്താ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ റെന ഫാത്തിമ എഴുന്നേൽക്കും, ആര്യനെ തട്ടി മാറ്റി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ബിന്നി കാണുന്നുണ്ട് അവിടെ കിടന്നിട്ട്. അപ്പോൾ ഇത് ആര് ഭയങ്കര ഫണ്ണായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ബിന്നിയുടെ അടുത്ത് വന്ന് റെന ഫാത്തിമ വന്ന് കിടക്കുന്നുണ്ട്. ആ പേടിയോട് കൂടി ഈ ഒരു കാര്യം അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബിന്നി പറയുന്നുണ്ട്, ഞാനിത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, അപ്പോൾ നീയാണ് നിന്റെ ഫേസും പോയി ആകത ഇങ്ങനെ. അപ്പോൾ റെന ഫാത്തിമ, ഞാൻ ഫണ്ണായിട്ടാണ് അവിടെ കിടന്നത്. പക്ഷെ അത് ഫണ്ണാണെങ്കിൽ പോലും ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതായത് നമ്മൾ ഒരു പെൺകുട്ടിയുടെ മേത്തേക്ക് വന്ന് വീഴുന്ന പോലെ ഒരു ആക്ഷൻ പോലും കാണിക്കാൻ പാടില്ല, അത് ചെയ്ത് തെറ്റായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബെന്നി പറയുന്നത് എന്തായാലും ഇത് ചോദിക്കേണ്ടതാണ്, എന്തായാലും മസ്താനിക്ക് ആ ഒനിയിൽ ടച്ച് ചെയ്താൽ അത് ഒരു ഇഷ്യൂ ആണ്. പക്ഷെ അതുപോലെയല്ലേ ഇത് ഇൻഡസ്ട്രിയിൽ ചെയ്തതാണ്. അപ്പോൾ ഇത് അങ്ങനെ ചോദിക്കാതെ വിട്ട് കഴിഞ്ഞാൽ മോശമാണ്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇനി കൂടി വരും. അപ്പോൾ ഇതെന്തായാലും ചോദിക്കണം എന്നുള്ള രീതിയിൽ ബിന്നിയും റെന ഫാത്തിമയും കൂടി ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ കാര്യം ഭയങ്കര സീരിയസ് മാറ്റർ ആവാനുള്ള എല്ലാ വഴിയുണ്ട്. ഈ ഒരു ആഴ്ചയിൽ തുടക്കം ഇത് തന്നെയാണ്. എന്തായാലും ആര്യൻ്റെ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. കാരണം കുറേ കാര്യങ്ങളായി ഇപ്പോൾ ആര്യൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നെഗ്ലക്റ്റ് ചെയ്ത് വിടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒരു പെൺകുട്ടി പറയുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവൾ പറയുന്നത് അവളുടെ ബോയ് ഫ്രണ്ട് ഇത് കാണും, പിന്നെ അവൾക്ക് ഇങ്ങനെ ഒരു അനുഭവമില്ല, അവൾ ഭയങ്കര ഫണ്ണാണ് എല്ലാം, പക്ഷെ ഇങ്ങനെ എൻ്റെ മേത്തേക്ക് വന്ന് വീഴുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ആ പേടിയായിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെ അനുമോള് കുളി കഴിഞ്ഞ് അവിടെ വരുന്നുണ്ട് ബാത്റൂമിൽ. അപ്പോൾ അനുമോളെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം റെന ഫാത്തിമ പറയുന്നുണ്ട് അനുമോളോട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അനുമോളുടെ ഇനി നാളെ എന്തായിരിക്കും ആക്ഷൻ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അനുമോൾ അത് കേട്ടു പോയി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. നീ അത് പറയണം, എല്ലാവരുടെ അടുത്ത് ഇതൊരു വലിയ ഇഷ്യൂ ആക്കണം, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതായത് മസ്താനിയെ ലക്ഷ്മി പറഞ്ഞതുപോലെ, മസ്താനിയോട് ലക്ഷ്മി പറഞ്ഞതുപോലെ എല്ലാവർക്കും അതിൻ്റെ ഒരു ഭയം ഉണ്ടാവും എത്ര പറഞ്ഞാലും ഇങ്ങനൊരു കേസ് വന്നതുകൊണ്ട്. അതുകൊണ്ട് അനു ഇതിൽ അത്ര ഇൻവോൾവ് ആയിട്ടില്ല, കേട്ടു പോയി എന്നുള്ളത്. പക്ഷെ ബിന്നിയും അതുപോലെ റെനയും ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആര്യൻ്റെ മേത്ത് ഇപ്പോൾ ഒനിയിൽ വന്നതുപോലെ ഒരു വുമൺ കാർഡ് ഇറക്കാണ്. പക്ഷേ ഈ വുമൺ കാർഡിൽ കുറച്ച് സീരിയസ് ആണ്. കാരണം അനുമോളെ തന്നെ തള്ളിയിട്ട് ഒരു പ്രശ്നം നിൽക്കുകയാണ്. അത് അത്ര സീരിയസ് അല്ലാതെ ഏഷ്യാനെറ്റും അതുപോലെ ലാലേട്ടനൊക്കെ അങ്ങ് അത് പോട്ടെ എന്നുള്ള പുല്ല് വില കൊടുത്ത് വിട്ടിരിക്കുകയാണ്. പക്ഷേ ഇത് റെന ഫാത്തിമയാണ്, അനുമോളല്ല. റെന ഫാത്തിമയും ബിന്നിയാണ്, വേറെ ലെവലാണ് അവർ. എന്തായാലും സ്ട്രോങ് ആയിട്ട് ഇതിനെക്കുറിച്ച് അവർ തർക്കിക്കുന്ന കാര്യം ഉറപ്പാണ്. ആസ് യൂഷ്വൽ നമ്മുടെ ആര്യം പറയും, ഞാൻ ഫണ്ണായിട്ട് എടുത്തതാണ്, ഇവർക്ക് അതിൻ്റെ ഇത് അറിയില്ല, ഇവരെന്താണ് ഇങ്ങനെയൊക്കെ ഇത് വളച്ചൊടിക്കുന്നത്, ആ രീതിയിലായിരിക്കും ആര്യൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വുമൻ കാർഡ് ഇറക്കി എന്നുള്ള രീതിയിൽ മറ്റുള്ള മെയിൽ കണ്ടസ്റ്റൻസ് എന്തായാലും ആര്യന് കൂടെ നിൽക്കും. പ്രത്യേകിച്ച് അക്ബർ കൂടെ നിൽക്കും, ജിസേൽ എന്തായാലും കൂടെ നിൽക്കും. ജിസേൽ ഈ സംഭവം കണ്ടിട്ട് തന്നില്ല കേട്ടോ. പക്ഷേ ഇത് നെവിൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നെവിൻ ഇത് ആർക്കെതിരെ പ്രയോഗിക്കുമെന്ന് അറിയില്ല. ആര്യനെതിരെ പ്രയോഗിക്കുമോ അതോ റെന ഫാത്തിമയ്ക്ക് തെറ്റ് പറ്റിയെന്ന് പറയുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ബിന്നിയും റെനയും ഇത് എന്തായാലും വലിയൊരു ഇഷ്യൂ ആക്കാനുള്ള ഒരു പദ്ധതി ഒരുക്കൊണ്ടിരിക്കണം. അവർ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവിൽ ഇതേക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അതിനിടയ്ക്ക് റെന കരയുന്നുണ്ട്, നീ കരയാതിരിക്കും, സ്ട്രോങ് ആയി നിൽക്കുന്നൊക്കെ ബിനി പറയുന്നുണ്ട്. അപ്പോൾ അനുമോളുടെയും നെവിൻ്റെയൊക്കെ ഇതിനോടുള്ള പ്രതികരണം നാളെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ലൈവിൽ കാണാം. ഇപ്പോൾ എന്തായാലും ഇതൊരു വലിയ ഒരു ഇഷ്യൂ ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും ബിന്നിയും റെനയും.